അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാരെ? ഈ എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. ചാനലുകൾ ലൈവ് റിപ്പോർട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ രസകരമായ ട്രോളുകൾക്കാണ് സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചത്. അത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ വേദിയിലിരുന്നതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം വേദിയിലിരുന്ന് പ്രവർത്തകർക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ആ സമയത്ത് വേദിയിലേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ പുതിയ വാക്ക് പ്രത്യക്ഷപ്പെട്ടത്. അത് ചന്ദ്രനടി എന്നാണ്. പിന്നീട് അത് കോൺഗ്രസ് അനുകൂല പേജുകളും ഏറ്റെടുത്തു. നമുക്കറിയാം, പണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ പിന്നീട് ട്രോളുകളിൽ എല്ലാം ഉപയോഗിച്ചു വരുന്ന വാക്കാണ് കുമ്മനടി. അർഹതയില്ലെങ്കിലും ഒരു പ്രധാന വേദിയിൽ കയറിയിരുന്ന് ആളാകുന്നതിനെയാണ് കുമ്മനടി കൊണ്ട് ട്രോളർമാർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പിന്നാലെ രൂപപ്പെട്ടു വരുന്ന ഒരു വാക്കാണ് ചന്ദ്രനടി. ഇത് ഇനി ഏറെക്കാലം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ട്രോളുകളിൽ തിളങ്ങി നിൽക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി തുടരുന്ന സാഹചര്യത്തിൽ.